ഹലോ എവ്രി വൺ, വെൽക്കം ടു അൽമാൻ വിൽമ വ്ളോഗ്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ബുർജ് ഖലീഫ കാണാൻ പോവാണ്. ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ടൈം സെലക്ട് ചെയ്യും. ആ ഒരു ടൈമിനനുസരിച്ച് തന്നെ നമ്മൾ എത്താനായിട്ട് നോക്കണം, കറക്റ്റ് ടൈമിന്. നമ്മളിപ്പോൾ ടിക്കറ്റൊക്കെ എടുത്തു. ഇനി ഈ ഒരു ടിക്കറ്റായിട്ട് നമുക്ക് ഒരു സ്കൈ ലോഞ്ച് എന്ന് മറ്റുള്ള ഒരു ഏരിയയിൽ കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. അവിടെ കയറിയപ്പോൾ അവിടെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ കൂടിയിട്ട് നമ്മൾ ഒരുമിച്ചിട്ടാണ് ഇനി ബുർജ് ഖലീഫ കാണാൻ പോകുന്നത്. ബാച്ച് വൈസ് ആയിട്ടാണ് അവർ ആൾക്കാരെ കയറ്റുന്നത്. അപ്പോൾ ഈ ഒരു ടൈമിങ്ങിൽ എത്ര പേര് വന്നിട്ടുണ്ടോ അവരെയും കൊണ്ടാണ് ഒരു ഗൈഡ് നമ്മളതിനെ ബുർജ് ഖലീഫ കാണിക്കാനായിട്ട് കൊണ്ടുപോവുക. ടിക്കറ്റ്സ് സ്കാനിങ് ചെയ്തു. ഇനി നമ്മൾ ഉള്ളിലോട്ട് കടന്നു. അവിടെ എയർപോർട്ടിലത്തെ പോലെയാണ്. നമ്മുടെ ലഗേജൊക്കെ അവർ ചെക്കിങ് ചെയ്യുന്നുണ്ട്. അതായത് ഫോണ്, ലാപ്പ്, എന്തൊക്കെ നമ്മൾ കയ്യിൽ കൊണ്ടുപോയിട്ടുണ്ടോ അതെല്ലാം നമ്മുടെ എയർപോർട്ടിലത്തെ പോലെ തന്നെ ആ ഒരു ബോക്സിലിട്ടിട്ട് നമുക്ക് സ്കാനിങ്ങിനായിട്ട് പോകണം. എങ്കിൽ മാത്രമേ നമുക്ക് ഉള്ളിലോട്ട് കടക്കാൻ പറ്റുള്ളൂ. ഉള്ളിലോട്ട് കടന്നപ്പോൾ ബുർജ് ഖലീഫയുടെ ചെറിയൊരു മോഡൽ അവിടെ മിഡിലായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. LED ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു അത് കാണാനായിട്ട്. മുകളിലോട്ട് കയറിയപ്പോൾ അവിടെയുള്ളത് ബുർജ് ഖലീഫ എന്നാണ് പണി സ്റ്റാർട്ട് ചെയ്തത്, എത്ര കൊല്ലം എടുത്തിട്ടാണ് ബുർജ് ഖലീഫയുടെ പണി കഴിഞ്ഞത്, അതിനെ കുറിച്ചിട്ടൊക്കെ നമുക്ക് നന്നായിട്ട് ആ ഗൈഡ് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതൊക്കെ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. 2004 ബുർജ് ഖലീഫയുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. 2005 ആകുമ്പോഴേക്കും ഇത്രത്തോളമായി. 2006 50 നില. അങ്ങനെ ഓരോ കൊല്ലങ്ങളിലും ഉണ്ടാവുന്ന മാറ്റങ്ങളാണ് നമ്മളിപ്പോൾ സ്ക്രീനിലൊക്കെ കാണുന്നത്. അങ്ങനെ 2009 ഈ ബുർജ് ഖലീഫ എന്നുള്ള ഒരു അത്ഭുതം പണി തീരുന്നത്. പബ്ലിക്കിന് വേണ്ടി തുറന്നു കൊടുക്കുന്നതും 2009. അപ്പോൾ നമ്മൾ ബുർജ് ഖലീഫ സ്റ്റാർട്ട് ചെയ്തത് എന്നാണ്, എൻഡ് ചെയ്തതെല്ലാം കണ്ടു. ഇനി നമ്മൾ ലിഫ്റ്റ് കയറാൻ പോവാണ്. ഈ ലിഫ്റ്റിനൊരു പ്രത്യേകതയുണ്ട്. അതായത് 3rd പൊസിഷനാണ് സ്പീഡിൻ്റെ കാര്യത്തിൽ ഈ ഒരു ലിഫ്റ്റ്. വെറും സെക്കൻഡ്സ് കൊണ്ടാണ് നമ്മൾ ഇനി എത്താൻ പോണത് ടോപ്പിലോട്ട്. ഹൈറ്റിലോട്ട് പോകുന്തോറും നമ്മുടെ ചെവിയൊക്കെ അടയുന്നുണ്ട്. ഫ്ലൈറ്റിൽ നമ്മൾ പോകുമ്പോൾ നമ്മുടെ ചെവി അടയാറില്ലേ, അതേപോലെ തന്നെ ഈ ലിഫ്റ്റിലും പോകുമ്പോഴും നമ്മുടെ ചെവിയൊക്കെ അടയാണ്. അങ്ങനെ നമ്മൾ 124ാമത്തെ നിലയിലാണ് ഇറങ്ങിയിരിക്കുന്നത്. ഇവിടെ നിന്നും അവർ നമ്മളെ കൊണ്ടുപോകുന്നത് വേറൊരു ലിഫ്റ്റിൻ്റെ അടുത്തോട്ടാണ്. അവിടെ നിന്ന് നമുക്ക് വേറൊരു ലിഫ്റ്റ് കയറിയിട്ട് വേണം മുകളിലോട്ട് ഇനിയും പോകാനായിട്ട്. ആദ്യം വന്നവർക്കൊക്കെ അറിയാം, ബുർജ് ഖലീഫയ്ക്ക് 124ാമത്തെ നില വരെ കയറ്റുന്നുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ 148ാമത്തെ നിലയിലേക്കാണ് നമ്മൾ പോകുന്നത്. അവിടെ നമുക്ക് കോംപ്ലിമെൻ്ററി സ്നാക്സും ഡ്രിങ്ക്സും ഒക്കെ അവർ അലൗഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കഴിക്കാനാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഈ ഒരു ലിഫ്റ്റിൽ 154 വരെ ഉണ്ട്. നമ്മൾ പക്ഷേ ഇറങ്ങുന്നത് 148ലാണ്. ഈ ഒരു ലിഫ്റ്റും നേരത്തെ ലിഫ്റ്റ് പോലെ തന്നെ നല്ല സ്പീഡിലാണ് പോകുന്നത്.
കുറച്ച് ഏരിയയിൽ നല്ല വ്യൂ ഉണ്ട് ഇവിടെ നിന്ന്. മോള് പുറത്തത്തെ കാഴ്ചകൾ കണ്ടിട്ട് ശരിക്കും ഞെട്ടിപ്പോയി. അവൾ നല്ല ചെറുതിലാണ് ബുർജ് ഖലീഫ വിസിറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവൾക്ക് ഒന്നും ഓർമ്മയുണ്ടായിരുന്നില്ല. കാറുകളൊക്കെ അത്രയും ചെറിയ ഉറുമ്പുകളുടെ പോലെയാണ് കാറുകളൊക്കെ പോണത് കാണുന്നത്. കുറച്ചും കൂടി ഹൈറ്റ് കൂടിയിട്ട് ഞങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ. ഞങ്ങൾ 124ാമത്തെ നില വരെ എത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ. 148 ആദ്യമായിട്ടാണ് വരുന്നത്. നമുക്ക് കഴിക്കാനായിട്ട് അവർ തരുന്നത് ഡേറ്റ്സ്, ബിസ്ക്കറ്റ് അങ്ങനെയൊക്കെയാണ് തരുന്നത്. ഇതിൻ്റെ കൂടെ കാവയുണ്ട്. കാവ ഇഷ്ടമില്ലാത്തവർക്ക് വേറെ കോഫിയൊക്കെ ഓർഡർ ചെയ്യാം. ഞാനിപ്പോൾ കാപ്പുച്ചീനോ ഓർഡർ ചെയ്തിട്ടുണ്ട്. കോഫിയൊക്കെ കുടിച്ചു. ഇനി നമ്മൾ പോണത് ഓപ്പൺ ഏരിയയിലോട്ടാണ്. അതായത് റൂഫ് കവേർഡ് അല്ലാത്ത ഒരു ഏരിയയിലോട്ടാണ് പോണത്. കുറച്ച് ഭാഗം അവരങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ. ഈ ഒരു ലെവലിലെ ഈ ഒരു റെസ്റ്റോറൻറ്റും പിന്നെ ഈ ഒരു ഓപ്പൺ ഏരിയ, ഒരു ചെറിയൊരു സ്റ്റോർ ഉണ്ട്. അതുപോലെ ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ട്. ഫോട്ടോസ് എടുക്കേണ്ടവർക്ക് ഇവിടുന്ന് എടുക്കാം. ഈ ബുർജ് ഖലീഫ ഫുൾ ഗ്ലാസ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഫുൾ ഗ്ലാസ് കവേർഡ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പുറത്തത്തെ കാഴ്ചകൾ കാണാൻ നല്ല ഇതിൽ കാണാൻ പറ്റുന്നുണ്ട്. ഈ ഒരു കാണുന്നത് ദുബായ് മോളാണ്. അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ആ ബ്ലൂ കളറാണ് ഫൗണ്ടൻ. ചില ഭാഗത്ത് മുഴുവൻ മരുഭൂമിയും ചില ഭാഗത്ത് മുഴുവൻ ബിൽഡിങ്സ് നിറഞ്ഞിട്ടാണ്. കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. 148 നിന്നും നമ്മൾ 125 എത്തി. മുകളിൽ നിന്നും കുറച്ചും കൂടി നല്ല ഇതിൽ വ്യൂ ഈ 125 നിൽക്കുമ്പോൾ നമുക്ക് കാണാനുണ്ട്. ഈ കാണുന്നത് 124 ആണ്. അതായത് റൂഫ് ഓപ്പൺ ആയിട്ടുള്ള ഏരിയ. അങ്ങോട്ട് പോകാൻ നമുക്ക് അവിടെ സ്റ്റെയർസ് ഉണ്ട്. അതുവഴി നമുക്ക് അടിയിലോട്ട് പോവാം. 125 ഇറങ്ങുമ്പോൾ തന്നെ അവർ നമ്മുടെ ഫാമിലി ഫോട്ടോ എടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് മാത്രം മേടിച്ചാൽ മതി. 4 പോസിൽ അവർ നമ്മുടെ ഫോട്ടോ എടുക്കും. ഇഷ്ടമുള്ള പോസ് നമുക്ക് സെലക്ട് ചെയ്യാം. നമുക്ക് അതിന് ഒരു 200 ദിറംസാണ് അവർ ചാർജ് ചെയ്യുന്നത്. എക്സ്ട്രാ ഒരു 50 ദിറംസും കൂടി കൊടുക്കുകയാണെങ്കിൽ, അതായത് 250 ദിറംസ് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു ഫോട്ടോ ഫ്രെയിം ചെയ്ത് കൂടാണ്ട് നമുക്ക് ബാക്കിയുള്ള 3 പോസില്ലേ അത് അവരുടെ സൈറ്റിൽ കയറിയിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഞങ്ങളിതേപ്പോൾ ഒരു ഫോട്ടോ സെലക്ട് ചെയ്യാണ്. ഏത് ഫോട്ടോ വേണമെന്ന് 4 എണ്ണത്തിൽ ഏത് എടുക്കണം എന്നാണ്. അപ്പോൾ അത് ഫ്രെയിം ചെയ്ത് കിട്ടി. വെറും 10 മിനിറ്റിൽ തന്നെ നമുക്കത് ഫ്രെയിം ചെയ്ത് കിട്ടി. അങ്ങനെ എല്ലാം കണ്ട് ഇങ്ങനെ നടക്കുന്ന ടൈമിലാണ് ദേ സുവനീറിൻ്റെ ഒരു മെഷീൻ കാണുന്നത്. 4 ഡിസൈനാണ് ഉള്ളത്. അതിലിഷ്ടമുള്ള നമുക്ക് സെലക്ട് ചെയ്യാം. അങ്ങനെ വെറും 10 ദിറംസേ ഉള്ളൂ ഈ സുവനീർ കിട്ടാനായിട്ട്. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്യാമെന്ന് വെച്ചു. നല്ല എളുപ്പമാണ് അത് ചെയ്യാനായിട്ട്. നമുക്ക് ഇഷ്ടപ്പെട്ട ആ ഒരു ഡിസൈൻ ആദ്യം സെലക്ട് ചെയ്യുക. 10 ദിറംസ് അതിലോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു വീല് നന്നായി തിരിപ്പിച്ച് കൊടുക്കുക. അത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ ആ ഒരു ചെറിയൊരു ബോക്സിൻ്റെ ഉള്ളിൽ നമ്മൾ സെലക്ട് ചെയ്ത ആ ഒരു സുവനീർ വരും. കുറേ ഭാഗങ്ങളിലെ ഗ്ലാസ്സുമ്മയൊക്കെ നല്ല ഭംഗിയിലുള്ള ചിറകുകൾ, അതായത് നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റുന്ന പോലെ കുറേ ഭാഗത്ത് ഇങ്ങനെ സ്റ്റിക്കേഴ്സ് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. നല്ല നല്ല ഫോട്ടോസുകളൊക്കെ എടുക്കാം. ഇനി ഈ ഒരു ഫ്ലോറിലുള്ളത് ഒരു ഗിഫ്റ്റിൻ്റെ ഷോപ്പാണ്. അതായത് നമുക്ക് ഗിഫ്റ്റ്സ് കൊടുക്കാൻ പറ്റുക, അതെല്ലാം നമുക്ക് ഷോ പീസൊക്കെ ആയിട്ട് സൂക്ഷിച്ച് വെക്കാൻ പറ്റുന്ന പോലത്തെ നല്ല നല്ല ക്യൂട്ടായിട്ടുള്ള കുറേ ഗിഫ്റ്റുകളുണ്ട്. ചാർജ് അത്ര വലിയ ചാർജുകളൊന്നുമില്ല. ഒക്കെ ഇനിയും റീസണബിൾ ആയിട്ടുള്ള റേറ്റുകൾ തന്നെയാണ്. ഇപ്പോൾ നമ്മൾ ബുർജ് ഖലീഫയിലേക്ക് എത്തിയതുകൊണ്ട് റേറ്റ് കൂടുന്നുള്ള പോലത്തെ അത് വിചാരിക്കേണ്ട. റേറ്റൊക്കെ നല്ല നോർമലായിട്ടുള്ള റേറ്റുകളാണ്. ഇപ്പോൾ ഈ കാണുന്ന ഈ ബുർജ് ഖലീഫയുടെ ഈ ചെറിയൊരു മോഡലിന് ആകെ 15 ദിറംസ് ഉള്ളൂ. Every word I move so descriptive like an adjective. I got a vendetta against people who patented being negative when you should be getting after it. I got facts over tracks, this and that. Spitting slow, spitting fast, I could roast, I could gas. Think I'm okay at last, but I don't know if that can erase all the past. And the pettiness, a reflection of the emptiness. Hilarious, you think you're worth my time, you're delirious. Mysterious, because you hide behind a fake exterior. Inferior, you know I'll always be a bit superior. Get off of me, this ain't no humble brag. I want you to hear words, you can say them back. I want you to feel free from the chains at last, and to believe in what you got, it was built to last, yeah. Now that I've been put through hell, I never got anyone's help. I had to do it all myself. I don't ever slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up and make a statement. I don't ever slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up and
make a statement. Gonna learn the consequence of being incompetent. Mental health is confidence, dreams and some honestness. I'm not here to save the day, that's for you to take away. I could play a million mind games, but instead I say something not illogical, something that is topical. Rub it on and watch it go, make yourself unstoppable. Dreams are irresponsible, but they're always possible. If you just believe, you could be so remarkable. Thoughts in my head, a collage and they spread. I'll be great one day, going off of my meds. No, I'm not giving up, no, I'm not giving in. I will make it to the top, taking off in the wind. I gotta make it, I'm saving every day to taste it. I'm patient, but my mind, it can hardly take it. I'm chasing a dream that I've had for several ages. A vacant, modern kingdom for the taking. Now that I've been put through hell, I never got anyone's help. I had to do it all myself. I don't ever slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate. കോഫി ഷോപ്പ് ഉണ്ട്, അധികം ചാർജൊന്നുമില്ല. മഫിൻസ് ഉണ്ട്, അതുപോലെ കുക്കീസ്, കേക്ക്സ് ഒക്കെ ഉണ്ട്. 9 dirhams 8 dirhams അതൊക്കെയാണ് പെർ പീസ് വരുന്നത്. നമ്മൾ നൈറ്റ് വ്യൂവും കൂടി കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ ഇതൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ്, ഒന്ന് രാത്രിയായിട്ട് അതിൻ്റെ കൂടി ഒന്ന് വ്യൂ ഒക്കെ കണ്ടിട്ട് പോവാന്ന് വെച്ചിട്ട്. ബുർജ് ഖലീഫ കാണാൻ വരുന്നവർ ഡേ വ്യൂവും നൈറ്റ് വ്യൂവും പറ്റണ പോലത്തെ ടൈമിങ് സെലക്ട് ചെയ്യാൻ നോക്കുക. ഏകദേശം ഇപ്പോൾ ഒരു 7 മണി ആയിട്ടുണ്ട്. ഒരുവിധം എല്ലാ ബിൽഡിങ്സുമേയും ലൈറ്റുകളൊക്കെ ഇട്ട് തുടങ്ങി. ഇപ്പോഴത്തെ വ്യൂ കാണാൻ നല്ല ഭംഗിയുണ്ട്. എനിക്ക് ഡേ വ്യൂവിനേക്കാളും കൂടുതൽ ഇഷ്ടമായത് നൈറ്റ് വ്യൂ കാണാനാണ്. ദുബായ് മോളിലത്തെ ഫൗണ്ടൻ നമുക്ക് മുകളിൽ നിന്നും കാണാൻ പറ്റുന്നുണ്ട്. നമ്മൾ ഫ്ലൈറ്റൊക്കെ ഇറങ്ങുമ്പോൾ ആ ദുബായിയുടെ ഒരു ഭംഗിയില്ലേ, അതേ ഒരു ഭംഗി തന്നെയാണ് ഇപ്പോൾ ഇതേ മുകളിൽ നിന്ന് നോക്കുമ്പോഴും. ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഇതേ ഇപ്പോൾ അടിയിലോട്ട് ഇറങ്ങി. അടിയിലോട്ട് വരുമ്പോൾ ഈ ബുർജ് ഖലീഫ ഇത്രത്തോളം എത്തിക്കാൻ കഷ്ടപ്പെട്ടവരുടെ ഫോട്ടോസുകളാണ് ഇതിൽ. വർക്ക് ചെയ്തവരുടെ എൻജിനീയേഴ്സ് അതുപോലെ വർക്കേഴ്സിൻ്റെ ഒക്കെ ഫോട്ടോസുകളാണ്. നമുക്ക് അഭിമാനിക്കാം, ഇതിലും മലയാളികൾ കുറേ പേരുണ്ട്. ഇത്രയും ആൾക്കാരുടെ കഷ്ടപ്പാടിൻ്റെ ഫലമായിട്ടാണ് ബുർജ് ഖലീഫ എന്നുള്ള ആ ഒരു ബിൽഡിങ് നമുക്ക് വേണ്ടി സമർപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.